തമിഴ്നാട് BJP ഘടകത്തിന് ഒരു വലിയ ലക്ഷ്യമുണ്ട്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പല്ല, പകരം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ഏറെ നാളുകളായി അവർ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒറ്റയ്ക്ക് വളരുന്നതിൻ്റെ ഭാഗമായി ADMKയുമായി ഒരു സഖ്യത്തിൽ നിന്നും അവർ പിന്നാക്കം പോവുകയും ഇപ്പോൾ ഒറ്റയ്ക്ക് ഒരു ചെറിയ മുന്നണി രൂപീകരിച്ചുകൊണ്ട് മത്സരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭയിൽ ഒരു പ്രതിപക്ഷ ബ്ലോക്കായി മാറാനുള്ള ശ്രമമാണ് ഇപ്പോൾ BJP നടത്തുന്നത്. അത് കഴിഞ്ഞ കുറേ കാലമായി അവർ നടത്തുന്ന ഒന്നാണ്. അത് വിജയത്തിലേക്ക് എത്തുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അത്തരത്തിൽ ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. നേരത്തെ തന്നെ കോൺഗ്രസിൻ്റെ 9 MLAമാരുമായി BJPയുടെ കേന്ദ്ര നേതൃത്വവും ചർച്ച നടത്തിയിരുന്നു. 17 MLAമാരാണ് തമിഴ്നാട് നിയമസഭയിൽ കോൺഗ്രസിന് ഉള്ളത്. BJPക്ക് 4 MLAമാരുണ്ട്. നിലവിൽ PMK കൂടി BJPയുടെ പക്ഷത്തേക്ക് എത്തുകയും 4 സ്വതന്ത്രന്മാരെ കൂടി എത്തിക്കാനായി കഴിഞ്ഞാൽ BJPയുടെ അംഗസംഖ്യ തമിഴ്നാട് നിയമസഭയിൽ 17 ഉയരും. പിന്നീട് പനീർശെൽവത്തെ അനുകൂലിക്കുന്ന ADMKയിലെ ഒരു വിഭാഗം MLAമാർ കൂടി അടന്നു വന്നാൽ സ്വാഭാവികമായും DMK കഴിഞ്ഞാൽ പ്രതിപക്ഷ ഒരു ടെക്നിക്കൽ പരമായ പ്രതിപക്ഷം BJP ആയി മാറും. നിലവിൽ ആ പ്രതിപക്ഷത്തിൻ്റെ റോളാണ് BJP കഴിഞ്ഞ കുറേ നാളുകളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. DMKക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ, അവരുടെ അഴിമതി തുറന്നുകാട്ടൽ, ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നു അണ്ണാമല ചെയ്തതെങ്കിൽ അണ്ണാമല അടുപ്പിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. തങ്ങളുടെ ലക്ഷ്യം തമിഴ്നാട് നിയമസഭയാണ്, തങ്ങൾ അവിടെ പ്രതിപക്ഷമാവുക തന്നെ ചെയ്യുമെന്ന്. അത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പ്രതിപക്ഷമാവുക എന്നുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ADMKയിൽ ഒരു വലിയ പൊട്ടിത്തെറി BJP പ്രതീക്ഷിക്കുന്നുണ്ട്. പനീർശെൽവത്തെ അടക്കം BJPയിലേക്ക് എത്തിക്കാനുള്ളൊരു നീക്കവും നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തമിഴ്നാട് നിയമസഭയിലെ ADMK പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറി BJP പ്രതിപക്ഷ നിരയിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.